നമസ്തേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇതെന്തു പറ്റി? ഇന്നലെ വരെ പാർട്ടി പറഞ്ഞാൽ പാർട്ടി പറഞ്ഞതുപോലെ എന്നായിരുന്നു നിലപാട്. പക്ഷേ ഇന്ന് പാർട്ടിക്കാർ തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെ വേദിയിൽ കയറി സംസാരിക്കുന്നു. അതുമാത്രമല്ല, മുൻ മന്ത്രിമാർ ആത്മപരിശോധന നടത്തുന്നു. ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനമുയരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം തന്നെ നേതൃത്വത്തിനെതിരെ തുറന്നടിക്കുന്നു. ഇത് CPMന്റെ സാധാരണ വിമർശനമാണോ? അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ തുടക്കമാണോ? ഒരു കാലത്ത് CPMനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വന്നിരുന്നത് എന്തായിരുന്നു? അച്ചടക്കം, സംഘടന, നേതൃത്വത്തോടുള്ള അനുസരണം. പക്ഷേ ഇന്ന് വിമർശനം വരുന്നത് പ്രതിപക്ഷത്തിൽ നിന്നല്ല, സ്വന്തം പാർട്ടി പ്രവർത്തകരിൽ നിന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി DYFI രംഗത്ത് വന്നിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലാണ് പിണറായി വിജയന്റെ ശൈലിക്കെതിരെ പ്രതിനിധികൾ ആഞ്ഞടിച്ചത്. അദ്ദേഹത്തിന്റെ വിവാദ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. പിണറായി വിജയന്റെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന പരാമർശം ഒട്ടും ശരിയായ ശൈലിയല്ലെന്നും ഇത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും തിരുവല്ലയിൽ നിന്നുള്ള പ്രതിനിധി ചൂണ്ടിക്കാട്ടി. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു വിമർശനം. പിണറായി വിജയനെ വിമർശിച്ചതിന്റെ പേരിൽ ഇനി DYFIയിൽ നിന്ന് തന്നോട് കടക്കുപുറത്ത് എന്ന് പറയരുതെന്നും പ്രതിനിധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പാർട്ടിക്കുള്ളിലും പോഷക സംഘടനകളിലും നേതൃത്വത്തിനെതിരെ ഉയരുന്ന അതൃപ്തിയുടെ പ്രതിഫലനം കൂടിയാണ് ഈ വിമർശനങ്ങൾ. എന്നും ഭരണത്തിൽ തുടരുമെന്ന വിചാരം പാർട്ടിയെ ജനങ്ങളിൽ നിന്നകറ്റി. ഗോവിന്ദന്റെയും പിണറായിയുടെയും നടപടികൾ ചേർന്നപ്പോൾ ഫലം ഗോപിയായെന്നും DYFI പരിഹസിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസം നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുൻ മന്ത്രി P. രാജീവ് ചില തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നിരുന്നു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധമാണ് ആ മുദ്രാവാക്യം സൃഷ്ടിച്ചത്. വർഗ ബഹുജന സംഘടനകൾ സ്വതന്ത്രമായിരിക്കണം എന്നത് രേഖകളിൽ മാത്രം വിശ്രമിക്കുന്നു. വെള്ളാപ്പള്ളിയിൽ തെറ്റുപറ്റി. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ അൺഡു ചെയ്യാൻ പറ്റില്ല. അനുഭവത്തിൽ നിന്ന് ഭാവിയിൽ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് മനസ്സിലായെന്നും രാജീവ് ചൂണ്ടിക്കാട്ടി. സാങ്കേതികത്വം നോക്കേണ്ടിയിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടിയെടുത്ത് പോകണമായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങൾ അല്ല നോക്കേണ്ടിയിരുന്നതെന്നും വിലയിരുത്തിയിട്ടുണ്ട്. പ്രതിഭാഗം അഭിഭാഷകനെ സർക്കാർ വക്കീലാക്കിയതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി സമയത്തും പാർട്ടി പരിശോധന നടത്തിയിരുന്നു. വികസന പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് മാത്രം വലിയ പ്രശ്നങ്ങളില്ലാതെ മറികടക്കുമെന്നാണ് കരുതിയതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തിടെ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമായി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരി രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യമിട്ടാണ് അവർ ഗുരുതര ആരോപണങ്ങൾ അന്ന് ഉന്നയിച്ചത്. പാർട്ടിയുടെ ഉന്നത നേതൃത്വം കുടുംബത്തെ അവഗണിച്ചുവെന്നായിരുന്നു വിനോദിനിയുടെ പ്രധാന ആരോപണം. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിന് ശേഷം കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കേരളത്തിൽ നിർണായക സ്ഥാനത്തിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്ന് ക്രൂരമായ അവഗണനയാണ് നേരിട്ടതെന്നും അവർ പറഞ്ഞു. ആവശ്യമായ സന്ദർഭങ്ങളിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഉന്നത നേതാവ് ഫോൺ എടുക്കാറില്ലായിരുന്നുവെന്നും 4 വർഷത്തിനിടെ ഒരിക്കൽ പോലും കുടുംബത്തിന്റെ ക്ഷേമം അന്വേഷിച്ചില്ലെന്നും വിനോദിനി ശക്തമായി ആരോപിച്ചു. DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശങ്ങൾ അവർ നടത്തിയത്. അഭിമുഖത്തിലെ വെളിപ്പെടുത്തലുകൾ CPM വൃത്തങ്ങളിൽ ചർച്ചയായിരുന്നു. പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പ്രമുഖ നേതാവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നിന്നുള്ള ഈ വിമർശനം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായാണ് വിലയിരുത്തപ്പെട്ടത്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചു ഈ സംഭവം. ഈ ആരോപണങ്ങളിൽ ഒടുവിൽ പ്രതികരണവുമായി LDF മുൻ കൺവീനറും മുതിർന്ന നേതാവുമായ EP ജയരാജൻ വന്നിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതിവ് ശൈലിയിൽ ഒഴിഞ്ഞുമാറാനും എന്നാൽ അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടാനുമാണ് EP ജയരാജൻ അന്ന് ശ്രമിച്ചത്. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങൾക്കാരെയാണ് അവഗണിക്കേണ്ടത്? ഞാൻ ആരെയും അവഗണിക്കാറില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്തു പറയാനാണ് എന്നായിരുന്നു EP ജയരാജന്റെ അന്നത്തെ വാക്കുകൾ. താൻ ആരെയും അവഗണിക്കാറില്ലെന്ന് വ്യക്തമാക്കിയതിലൂടെ വിനോദിനിയുടെ ആരോപണം തന്നെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്ന് പാർട്ടിയിലെ നിലവിലെ ഔദ്യോഗിക നേതൃത്വത്തിന് നേരെയാണ് വിമർശനത്തിന്റെ കുന്തമുനയെന്നും EP ജയരാജൻ പറയാതെ പറഞ്ഞു വെക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെ പാർട്ടി അവഗണിക്കുന്നുവെന്ന വിനോദിനിയുടെ പരസ്യ പ്രസ്താവന CPMനുള്ളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ
നേരത്തെയും പുറത്തു വന്നിരുന്നു. സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പാർട്ടി സ്വീകരിച്ച ചില നിലപാടുകളും സംബന്ധിച്ച് നേതൃത്വത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിട്ടുണ്ട്. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും പൊതുജനങ്ങളോടുള്ള ആശയവിനിമയ രീതികളിലും കൂടുതൽ കാര്യക്ഷമത വേണമെന്ന അഭിപ്രായം ചില നേതാക്കൾ മുന്നോട്ട് വെക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ CPM-നകത്ത് ആത്മപരിശോധന ശക്തമാകുന്നതിനിടെ ജില്ലാ കമ്മിറ്റികൾക്ക് പിന്നാലെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നത്. തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിന്നിരുന്നെങ്കിലും മണ്ഡലം നിലനിർത്താൻ CPM-ന് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയായതും പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതുമാണ് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചെന്നാണ് വിലയിരുത്തൽ. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കാസർഗോഡ് ഉൾപ്പെടെയുള്ള സമീപ മണ്ഡലങ്ങളിലേക്കും പ്രതിഫലിച്ചുവെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ശക്തമായ സംഘടനാ അടിത്തറയുള്ള മേഖലകളിൽ പോലും പാർട്ടിയുടെ പ്രവർത്തന രീതിക്കെതിരെ അസംതൃപ്തി പ്രകടമായിരുന്നുവെന്നാണ് യോഗത്തിൽ ഉയർന്ന അഭിപ്രായം. തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ പാർട്ടിയുടെ അടിത്തട്ടിൽ നിലനിൽക്കുന്ന അസംതൃപ്തിയുടെ സൂചനയാണ്. സമീപകാലത്ത് പാർട്ടിയെ ചുറ്റിപ്പറ്റി ഉയർന്ന ഫണ്ട് സംബന്ധമായ വിവാദങ്ങളും സാധാരണ പാർട്ടി അനുഭാവികൾക്കിടയിൽ പോലും പ്രതികൂല മനോഭാവം സൃഷ്ടിച്ചുവെന്ന വിമർശനവും ഉയർന്നു. വർഷങ്ങളായി പാർട്ടിക്കൊപ്പം നിന്നിരുന്ന അനുഭാവികളിൽ പോലും അകൽച്ച രൂപപ്പെട്ടുവെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. പ്രതിപക്ഷം ഈ വിഷയങ്ങളെ ശക്തമായി പ്രചാരണായുധമാക്കിയപ്പോൾ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ലെന്നും പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. തളിപ്പറമ്പ്, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ചില തീരുമാനങ്ങൾ പ്രാദേശിക വികാരങ്ങളെ അവഗണിച്ചെടുത്തതാണെന്നും അതിന്റെ പ്രത്യാഘാതം നിരവധി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രകടമായെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലി മുതൽ സ്ഥാനാർത്ഥി നിർണയം വരെയുള്ള വിഷയങ്ങൾ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ രാഷ്ട്രീയ സമീപനവും MV ഗോവിന്ദന്റെ പൊതുജനങ്ങളോടുള്ള ആശയവിനിമയ രീതിയും വിമർശനങ്ങൾക്ക് വിധേയമായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനങ്ങളും പ്രവർത്തന ശൈലിയും യോഗത്തിൽ വിമർശന വിധേയമായി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന വിവാദ വിഷയങ്ങൾ വ്യക്തവും വിശ്വാസീയതയുള്ളതുമായ മറുപടി നൽകുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലും ഉയർന്നു വന്നു. അതേസമയം യോഗത്തിൽ ഉയർന്ന അഭിപ്രായങ്ങൾ പ്രവർത്തകരുടെ വിമർശനങ്ങളാണെന്നും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായി ഇതിനെ ഒരിക്കലും കാണാനാകില്ലെന്നുമാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നിരുന്നാലും സംഘടനാ പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം, നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലി എന്നിവ സംബന്ധിച്ച ചർച്ചകൾ CPM-നകത്ത് കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബന്ധു നിയമന വിവാദത്തെ തുടർന്ന് മുതിർന്ന നേതാവ് EP ജയരാജനെ പാർട്ടി കർശന നടപടികൾ സ്വീകരിച്ച സാഹചര്യവും ചർച്ചയായിരിക്കുകയാണ്. MV ഗോവിന്ദന്റെ ഭാര്യയെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം പാർട്ടി അണികൾക്കിടയിൽ തെറ്റായ സന്ദേശമാണ് നൽകിയതെന്നും ചില പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. ബന്ധു നിയമന വിഷയത്തിൽ ഒരു മാനദണ്ഡവും സ്ഥാനാർത്ഥി നിർണയത്തിൽ മറ്റൊരു മാനദണ്ഡവുമാണ് പാർട്ടി സ്വീകരിച്ചതെന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. പാർട്ടി എപ്പോഴും ഉയർത്തിപ്പിടിച്ചിരുന്ന രാഷ്ട്രീയ ധാർമ്മികതയുടെ മാനദണ്ഡങ്ങൾ നേതാക്കൾക്കും ഒരുപോലെ ബാധകമാകണമെന്ന അഭിപ്രായവും യോഗത്തിൽ രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. മുമ്പ് അടച്ചിട്ട മുറികളിൽ മാത്രം നടന്നിരുന്ന വിമർശനങ്ങൾ ഇപ്പോൾ സംഘടനാ യോഗങ്ങളിൽ പരസ്യമായി ഉയരുന്നുവെന്നതാണ് നിലവിലെ സാഹചര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളും പ്രവർത്തകരും കൂടുതൽ തുറന്ന നിലപാട് സ്വീകരിക്കുന്നതായാണ് സൂചന. ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും ഒരേ സ്വഭാവത്തിലുള്ള വിമർശനങ്ങൾ ആവർത്തിക്കുന്നതും നേതൃത്വത്തെ സംബന്ധിച്ച് അസംതൃപ്തി വ്യാപകമാണെന്ന വിലയിരുത്തലിന് കാരണമാകുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തെ വെറും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഫലമായി മാത്രം കാണാതെ സംഘടനാപരമായ വീഴ്ചകൾ, നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലി, പൊതുജനങ്ങളുമായുള്ള ബന്ധം, സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പരിശോധന വേണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. അടൂർ ഏരിയ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ ഒറ്റപ്പെട്ട അഭിപ്രായ പ്രകടനമാണോ അതോ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുള്ള പൊതുവികാരത്തിന്റെ പ്രതിഫലനമാണോ എന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം. ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും ഒരേ സ്വഭാവത്തിലുള്ള വിമർശനങ്ങൾ ആവർത്തിക്കുന്നതും നേതൃത്വത്തെ സംബന്ധിച്ച അസംതൃപ്തി വ്യാപകമാണെന്ന വിലയിരുത്തലിന് കാരണമാകുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തെ വെറും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഫലമായി മാത്രം കാണാതെ സംഘടനാപരമായ വീഴ്ചകൾ, നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലി, പൊതുജനങ്ങളുമായുള്ള ബന്ധം, സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പരിശോധന വേണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം.
അടൂർ ഏരിയ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ ഒറ്റപ്പെട്ട അഭിപ്രായ പ്രകടനമാണോ അതോ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുള്ള പൊതുവികാരത്തിന്റെ പ്രതിഫലനമാണോ എന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം. ആത്മപരിശോധനയുടെ ഈ ഘട്ടത്തിൽ നേതൃത്വത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഉയർന്ന വിമർശനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതായിരിക്കും. അതേസമയം അടുത്തിടെ CPM കഴക്കൂട്ടം മുൻ ഏരിയ സെക്രട്ടറിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സൈനിക സ്കൂൾ വാർഡ് സ്ഥാനാർത്ഥിയുമായിരുന്ന SS ബിജു ഉൾപ്പെടെ നിരവധി പേർ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നു. താൻ CPMലെ വിഭാഗീയതയുടെ ഇരയാണെന്നും പാർട്ടിയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു മാറ്റം അത്യാവശ്യമാണെന്ന് തോന്നിയതിനാലാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് ബിജു വ്യക്തമാക്കിയത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. എന്തായാലും നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പാർട്ടിക്കെതിരെ, പാർട്ടി നേതൃത്വത്തിനെതിരെ ശബ്ദങ്ങൾ ഉയരും. പാർട്ടിയിൽ നിന്ന് കൂടുതൽ ആളുകൾ ദേശീയതയിലേക്ക് വരും. CPM പിളരും, കനൽത്തരി കെടും. ഇപ്പോൾ ചോദ്യം ഇതാണ്: ഈ വിമർശനങ്ങൾ പാർട്ടിയെ ശക്തമാക്കുമോ, അല്ലെങ്കിൽ കൂടുതൽ വിഭാഗീയത സൃഷ്ടിക്കുമോ? പാർട്ടിക്കുള്ളിൽ തുറന്ന സംവാദമുണ്ടാകുമോ? ജനാധിപത്യത്തിന്റെ ലക്ഷണമാണെന്ന് പറയുന്നവരുണ്ട്. മറുവശത്ത് ഇത് സംഘടനാ പ്രതിസന്ധിയുടെ സൂചനയാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ഏതാണ് ശരി? അത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് വ്യക്തമാക്കുക. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ സംഘടനയായി വിശേഷിപ്പിക്കപ്പെട്ട CPMന് ഇന്ന് സ്വന്തം പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലാണ്. ആ ചോദ്യങ്ങൾക്ക് നേതൃത്വം എങ്ങനെ മറുപടി നൽകും? വിമർശനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും? അതാണ് ഇനി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇത് വെറും ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കഥയല്ല. ഒരു വലിയ രാഷ്ട്രീയ ആത്മപരിശോധനയുടെ തുടക്കമാകുമോ, അല്ലെങ്കിൽ കൂടുതൽ വലിയ ആഭ്യന്തര പോരാട്ടത്തിലേക്കുള്ള വഴിയാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? CPMനകത്തെ ഈ വിമർശനങ്ങൾ പാർട്ടിയെ ശക്തമാക്കുമോ അതോ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.